പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇന്നത്തെ ടോപ്പിക്ക് മാത്തമാറ്റിക്സ് ആണ്. എന്തിനാണ് നമ്മൾ മാത്തമാറ്റിക്സിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ പാർട്ട് ഓഫ് ഹ്യൂമൻ തോട്ട് ആൻഡ് ലോജിക്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വളരെ ഫണ്ടമെൻ്റലും എസെൻഷ്യലും ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ് മാത്തമാറ്റിക്സ്. അതൊരു മനുഷ്യൻ്റെ ചിന്തയിലാണെങ്കിലും ലോജിക്കിലാണെങ്കിലും എന്തിലാണെങ്കിലും അതിൻ്റെ എസെൻഷ്യൽ പാർട്ടായിട്ട് നിലകൊള്ളുന്ന ഒന്ന് തന്നെയാണ് മാത്തമാറ്റിക്സ്. Mathematics provides an effective way of building mental discipline and encourages logical reasoning and mental rigor. മാത്തമാറ്റിക്സ് നല്ലൊരു ഇഫക്റ്റീവായ ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ. നല്ലൊരു മെൻ്റൽ ഡിസിപ്ലിനും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, മെൻ്റൽ റിഗർ, നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു വഴി മാത്തമാറ്റിക്സിലൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. മാത്തമാറ്റിക്കൽ ലിറ്ററസി ഈസ് എ ക്രൂഷ്യൽ ആട്രിബ്യൂട്ട് ഓഫ് ഇൻഡിവിജ്വൽ ലിവിങ് more effective lives as constructive, concerned and reflective citizen. ഒരു മാത്തമാറ്റിക്കൽ ലിറ്ററസി വഴി യഥാർത്ഥത്തിൽ ഓരോ ഇൻഡിവിജ്വലിനും നല്ല ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതം ഒന്നും കൂടിയും കൺസ്ട്രക്റ്റീവായും വളരെ ചിട്ടയായിട്ടും നല്ല കൺസേൺഡായിട്ടും റിഫ്ലക്റ്റീവ് എന്ന രീതിയിൽ, അതായത് നന്നായി പ്രതിഫലിപ്പിക്കുന്ന ഓരോ സിറ്റിസൺസായി അവരെ വാർത്തെടുക്കാനും ഈ ഒരു മാത്തമാറ്റിക്കൽ ലിറ്ററസി വഴി കഴിയുന്നുണ്ട്. It is taken to include basic computation skill, quantitative reasoning, spatial ability, etc. ഇതുവഴി നല്ലൊരു ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ സ്കില്ലും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റീസണിങ്ങും നല്ലൊരു സ്പേഷ്യൽ എബിലിറ്റിയും ലഭിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ വേരിയസ് ഫീൽഡ്സ് ആൻഡ് ഡിസിപ്ലിൻസ്. പല ഫീൽഡുകളിലും ഈ ഒരു മാത്തമാറ്റിക്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ യൂസ്ഡ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ സയൻസ്, എൻജിനീയറിംഗ്, ഇക്കണോമിക്സ് എക്സെട്ര. ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റും പ്രൊസീജിയറും വഴി പല പ്രോബ്ലംസും സോൾവ് ചെയ്യുന്ന തരത്തിൽ പല ഫീൽഡുകളിലും ഇത് അപ്ലൈ ചെയ്യാണ്. ഫോർ എക്സാമ്പിളായിട്ട് സയൻസ് ആണെങ്കിലും എൻജിനീയറിംഗ് ഫീൽഡാണെങ്കിലും ഇക്കണോമിക്സ് ആണെങ്കിലും ഇതിൽ മുഴുവൻ ഒരു മാത്സിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഫങ്ഷണൽ നോളേജ് ആൻഡ് സ്കിൽസ് ഫോർ അതർ സ്കൂൾ സബ്ജക്ട്സ് സച്ച് ആസ് സയൻസ്, ആർട്സ് എക്സെട്ര. ഈ ഒരു മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫങ്ഷണൽ നോളേജ് മറ്റ് സബ്ജക്റ്റിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സയൻസും ആർട്സും പോലെയുള്ള മറ്റ് പല സബ്ജക്റ്റിലും ഇതിൻ്റെ ഒരു ഫങ്ഷണൽ നോളേജിൻ്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇനി എന്തിനാണ് മാത്തമാറ്റിക്സ് കുട്ടികൾ പഠിക്കേണ്ടത്? ലേൺ അബൌട്ട് ആൻഡ് അപ്രീഷിയേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ഹ്യൂമൻ തിങ്കിങ്. അറിയാൻ, പഠിക്കാൻ, അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഹ്യൂമൻ തിങ്കിങ്ങിൻ്റെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ ഈ മാത്തമാറ്റിക്സിലൂടെ പറ്റും. അതുപോലെ തന്നെ അക്കംപ്ലിഷ്മെൻറ്റ് ത്രൂ ഔട്ട് ഹിസ്റ്ററി ആൻഡ് അറൗണ്ട് ദ വേൾഡ്. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ കുറിച്ച് അറിയാനും അതിൻ്റെ ഹിസ്റ്ററി അറിയാനും അതിൻ്റെ ആ ഒരു നേട്ടങ്ങൾ മനസ്സിലാക്കാനും ഇതുവഴി സാധിക്കുന്നു. See the role of mathematics in their daily lives, their community practices, cultural backgrounds. ഈ ഒരു മാത്തമാറ്റിക്സിൻ്റെ റോൾ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം അപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതൊരു കമ്മ്യൂണിറ്റി പ്രാക്ടീസ് ആണെങ്കിലും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഒരു എസെൻഷ്യൽ എലമെൻറ്റ് തന്നെയാണ്. Understand, analyze, critique and take action regarding important social and political issues in our world, especially issues of injustice. ഈ ഒരു മാത്തമാറ്റിക്കൽ സ്കിൽ വഴി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ, അതായത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സോഷ്യലായാലും പൊളിറ്റിക്കലായാലും ഇനി എന്ത് ഇഷ്യൂ റിലേറ്റഡ് ടു ഇൻജസ്റ്റിസ്
അങ്ങനെയുള്ള എന്ത് ഇഷ്യൂ ആണെങ്കിലും നമ്മുടെ വേൾഡിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനും അതിനെ അനലൈസ് ചെയ്യാനും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാനും അതിന് അനുയോജ്യമായൊരു ആക്ഷൻ എടുക്കാനും ഇതുവഴി ഓരോ വിദ്യാർത്ഥികൾക്കും സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇതുവഴി നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് സ്കിൽസാണ് കീ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് മാത്തമാറ്റിക്സ്. ഇത് പഠിക്കുന്ന വഴി നമുക്ക് എന്താണ് ബേസിക്കായിട്ടുള്ള കീ പ്രിൻസിപ്പിൾസ്, മാത്തമാറ്റിക്സിൻ്റെ കീ പ്രിൻസിപ്പിൾസ് നമുക്കിതുവഴി അറിയാൻ സാധിക്കുന്നു. ഡെവലപ്പിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോൾവിങ് പ്രോബ്ലംസ്, നല്ലൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ക്രിയേറ്റ് ആവുന്നുണ്ട്. കണക്റ്റിംഗ് ആൻഡ് അപ്ലൈയിങ് മാത്തമാറ്റിക്കൽ ഐഡിയാസ്, എന്താണ് എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും അതൊരു മാത്തമാറ്റിക്കുമായിട്ട് കണക്റ്റ് ചെയ്യാനും അപ്ലൈ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഇതുവഴി ഉണ്ടാകുന്നു. റീസണിങ് മാത്തമാറ്റിക്കലി, എന്ത് കാര്യത്തിനെയും അതായത് ലോജിക്കലി റീസണിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഒരു മാത്തമാറ്റിക്കൽ റീസണിങ് പ്രോസസ്സ് ഇതുവഴി കുട്ടിയിലുണ്ടാവുന്നു. കൺസ്ട്രക്റ്റിംഗ് ആൻഡ് ക്ലിയർലി പ്രസൻറ്റിംഗ് മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ആർഗ്യുമെൻറ്റ്, നല്ലൊരു കൺസ്ട്രക്ഷനും അതുപോലെ തന്നെയുള്ള ഒരു ക്ലിയർലി ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രസൻറ്റേഷനും അതോടുകൂടി നല്ലൊരു ലോജിക്കൽ ആർഗ്യുമെൻറ്റും കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യാൻ ഇതുവഴി നമുക്ക് സാധിക്കുന്നു. ഇനി ചില സ്കില്ലുകൾ ഈ ഒരു മാത്തമാറ്റിക്സ് പഠിക്കുന്നത് വഴി ഉണ്ടാവുന്നുണ്ട്. സം ഓഫ് ദ സ്കിൽസ് ഡെവലപ്ഡ് ത്രൂ ലേണിംഗ് മാത്തമാറ്റിക്സ്. ഫസ്റ്റ് വണ്ണാണ് അനലറ്റിക്കൽ സ്കിൽ. ഒരു അനലൈസ് ചെയ്യാനുള്ളൊരു കാപ്പബിലിറ്റി കുട്ടിയിലുണ്ടാവാണ്. മാത്തമാറ്റിക്സ് വിൽ എൻഹാൻസ് അവർ എബിലിറ്റി ടു, മാത്തമാറ്റിക്സ് വഴി നമ്മൾ എന്താ പറയുക എൻഹാൻസ് ചെയ്യുന്ന എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിങ്ക് ക്ലിയർലി, നല്ല പ്യുവറസ്റ്റ് ആയിട്ടുള്ള തിങ്കിങ്, ക്ലിയർ ആയിട്ടുള്ളൊരു തിങ്കിങ് എബിലിറ്റി നമ്മളിൽ ഉണ്ടാവുകയാണ്. പേ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആയിട്ടുള്ള അറ്റൻഷൻ ക്രിയേറ്റ് ആവുന്നു. ഫോളോ കോംപ്ലക്സ് റീസണിങ് എപ്പോഴും കോംപ്ലക്സ് മോഡിലായിട്ട് മാറും. അതുപോലെ തന്നെ കൺസ്ട്രക്റ്റ് ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ്, നല്ലൊരു ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഇത് നമ്മളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു അനലിറ്റിക്കൽ സ്കില്ല് വളരെ ഡീപ്പസ്റ്റ് മോഡിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഒരു മാത്തമാറ്റിക്സ് വഴി. നെക്സ്റ്റ് സ്കില്ല് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. എക്സ്പീരിയൻസ് വിത്ത് എ പ്രോബ്ലം വിൽ ടീച്ച് ടു, ഒരു പ്രോബ്ലവുമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളുണ്ടാവുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോർമുലേറ്റ് എ പ്രോബ്ലം ഇൻ പ്രിസീസ് ടേംസ്, വളരെ എന്താ പറയുക ഓരോ കാര്യങ്ങളും ബന്ധപ്പെടുത്തി അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഫോർമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള കീ ഇഷ്യൂസിനെ വരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വളരെ എന്താ പറയുക സൂട്ടഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഇതുവഴി സാധിക്കുന്നു. അതാണ് ഈ 2 പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർമുലേറ്റ് എ പ്രോബ്ലം ഇൻ പ്രിസീസ് ടേംസ്, ഐഡൻറ്റിഫൈ ദ കീ ഇഷ്യൂസ്, പ്രസൻറ്റ് എ സൊല്യൂഷൻ ക്ലിയർലി, വളരെ ക്ലിയർ ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. ബി ഫ്ലെക്സിബിൾ ആൻഡ് അപ്രോച്ച് ദ സെയിം പ്രോബ്ലം ഫ്രം ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ, നമുക്ക് പല തരത്തിൽ പല പോയിന്റിൽ നിന്നുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിനെ കാണാൻ നമുക്ക് സാധിക്കുന്നു. നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആവാണ്, നമ്മളെ ചിന്ത ഒന്നിൽ ഒതുങ്ങാതെ പല തലങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ ഇതുവഴി സാധിക്കുന്നു. ടാക്കിൾ പ്രോബ്ലം വിത്ത് കോൺഫിഡൻസ് ഈവൻ വെൻ ദ സൊല്യൂഷൻ ഈസ് ഒബ്വിയസ്, ഒരു കൃത്യമല്ലാത്ത ഒരു സൊല്യൂഷനിൽ നമ്മൾ എത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ പ്രോബ്ലം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ടാക്കിൾ, അതായത് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഇതുവഴി നമുക്ക് സാധിക്കുന്നു. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്കില്ല് കുട്ടികളിൽ വളരുന്നുണ്ട്. നമ്മൾ ടീച്ചേഴ്സിൻ്റെ ലെക്ചർ നോട്ടാണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും റെഫറൻസ് ബുക്സ് ആണെങ്കിലും ഇതൊക്കെ നോക്കുന്നത് വഴി
കുട്ടികളിലൊരു അന്വേഷണ ത്വര കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോഴ്സിങ് ലൈബ്രറി, ഒരു ലൈബ്രറി നമ്മൾ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെയും കണ്ടെത്താനുള്ള അല്ലെങ്കിൽ കണ്ടെത്തി ഉത്തരങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി അതിൽ എന്താ പറയുക അന്തർലീനമായി കിടക്കുകയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്കില്ല് കുട്ടികളിൽ അറിയാതെ തന്നെ ഡെവലപ്പായി പോവുകയാണ്. സെർച്ച് ഇൻ ഡാറ്റാബേസ് ഫോർ റെഫറൻസസ്, അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റിംഗ് ഇൻഫോർമേഷൻ ഫ്രം എവരി മാത്തമാറ്റിഷ്യൻ. ഓരോ മാത്തമാറ്റീഷ്യൻ്റെ എന്താ പറയുക ഇൻഫോർമേഷനെ തേടിക്കൊണ്ട് നമ്മളൊരു എന്താ പറയുക ആ ഒരു തേടലിലും എന്ത് കാര്യങ്ങളും അതിൻ്റെ ഒരു സൊല്യൂഷനിൽ എത്താൻ വേണ്ടി നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ സ്കില്ല് കുട്ടിയിൽ വരികയാണ്. അപ്പോൾ മാത്തമാറ്റിക്സ് ഓട്ടോമാറ്റിക്കലി കുട്ടികളിൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്കിൽ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലിസൺ ഇഫക്റ്റീവ്ലി നല്ല രീതിയിൽ ലിസൺ ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. റൈറ്റ് മാത്തമാറ്റിക്സ് വെൽ, ഗീവ് എ മാത്തമാറ്റിക്കൽ പ്രസൻറ്റേഷൻ ടു എ ഗ്രൂപ്പ്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നു, നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു, എഴുതുന്നു. ഇത് നല്ലൊരു എന്താ പറയുക ഒരു ഗ്രൂപ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ വരുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരികയാണ്. നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇതുവഴി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ IT സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ലേണിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, നമ്മൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് C++, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ ബേസിക്കായിട്ട് വരുന്നത് ഈ ഒരു മാത്തമാറ്റിക്കൽ കണ്ടൻറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു മാത്തമാറ്റിക്സ് പഠിക്കുന്ന വഴി ഒരു IT സ്കില്ല് കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. സോൾവിങ് പ്രോബ്ലംസ് യൂസിങ് മാത്തമാറ്റിക്കൽ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും സോൾവ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിയിൽ ഓട്ടോമാറ്റിക്കലി IT സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു മാത്തമാറ്റിക്സ് പഠിച്ച വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ മാത്തമാറ്റിക്കൽ സെക്ഷൻ മനസ്സിലാക്കിയിട്ടൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ വർക്കിംഗ് സെക്ഷനിൽ വരാവുന്ന മാറ്റങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഗുഡ് വർക്കിംഗ് ഹാബിറ്റ്സ് ഇതൊക്കെ നമ്മളിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആവുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ഓർഗനൈസ് യുവർ ടൈം. നമ്മുടെ ടൈമിനെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും. അത് ഏത് പ്രഷറുള്ള ടൈമിലാണെങ്കിലും, അത് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഏത് സെക്ഷനിലുള്ള വ്യക്തിയാണെങ്കിലും എത്ര എന്താ പറയുക ക്രൂഷ്യലായിട്ടുള്ള മൊമെൻ്റ് ആണെങ്കിലും അതിനെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് വഴി നമുക്ക് സാധിക്കും. നെക്സ്റ്റ്, വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് ഫ്രം ടീച്ചേഴ്സ്. നമുക്ക് എന്ത് കാര്യം ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ആണ് ഇവിടെ വളരുന്നത്. ഒരു ടീച്ചേഴ്സിൽ നിന്നും ഒരു ടീച്ചേഴ്സിൻ്റെ ചെറിയൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെയോ നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് നമുക്കിതിലൂടെ എന്ത് കാര്യവും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുണ്ട്. ഒരു സെൽഫ് സഫിഷ്യൻസി ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വർക്ക് കോഓപ്പറേറ്റീവ്ലി വിത്ത് അതേഴ്സ് ടു സോൾവ് കോമൺ പ്രോബ്ലംസ്. എന്ത് കോമൺ പ്രോബ്ലം ആണെങ്കിലും നമുക്ക് ഒരു കോപ്പറേറ്റീവ് സ്കിൽ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതൊക്കെ ബാക്കിയുള്ളവരുമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും എന്ത് പ്രശ്നം വന്നാലും സോൾവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ക്രിയേറ്റഡ് ആവും. ഇതൊക്കെ നമ്മൾ വരാവുന്ന അല്ലെങ്കിൽ വന്നു ചേരാവുന്ന ഹാബിറ്റ്സാണ്. നെക്സ്റ്റ്, യൂസ്ഫുൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ഇതുവഴി നമ്മൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. നല്ലൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവും, പ്രിസർവൻസ്, നല്ലൊരു ഹാർഡ് വർക്കിംഗ് മൈൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റിവിറ്റി, സെൽഫ് കോൺഫിഡൻസ്, ഇൻ്റലക്ച്വൽ റിഗർ. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മാത്തമാറ്റിക്സ് പഠിക്കുന്ന വഴി നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് മാത്തമാറ്റിക്സ്.